കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവം തൻ്റെ കരുതലുകളിലും തൻ്റെ കാവലുകളിലും നമ്മെ നടത്തുന്ന ദൈവകൃപയോർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 62 സങ്കീർത്തനത്തിന് 8 വാക്യത്തിൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചന ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ജനമേ, എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതവസ്ഥകളിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഭാരങ്ങളും വേദനകളും നിറഞ്ഞ ഹൃദയത്തിന്റെ ചിന്തകളെയും ആകുലതകളെയും ദൈവത്തിന്റെ മുമ്പിൽ പകർന്നാൽ ദൈവത്തിന്റെ വിടുതലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാ കാലത്തുമുള്ള എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ഒരു സന്ദേശമാണ് ഇവിടെ നാം കേട്ടത്. എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുക. ജീവിതത്തിൽ പല കാലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും പലവിധമായ പരിശോധനകളുടെയും കാലങ്ങൾ. എന്നാൽ ഈ കാലങ്ങളിലൊക്കെ നിരാശപ്പെടാതെ വണ്ണം ദൈവത്തിൽ നാം ആശ്രയിക്കുമെങ്കിൽ, നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അർപ്പിക്കുമെങ്കിൽ അവിടെല്ലാം നമുക്ക് പരിഹാരമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തായാലും യേശുനാഥന്റെ പാദത്തിൽ നിങ്ങളുടെ വിഷയങ്ങളെ ഇറക്കി വെക്കുമെങ്കിൽ എല്ലാത്തിനും പരിഹാരം തരുവാൻ യേശു കർത്താവിന് കഴിയും എന്നുള്ളതാണ്. വേദനകൾ, കഷ്ടങ്ങൾ, ഭാരങ്ങൾ, ഒന്നിനു പുറകെ മാറി മാറി ഉണ്ടാകുന്ന പലവിധമായ ശോധനകൾ, ഇതൊക്കെ നമ്മെ തളർത്തുവാൻ വരുമ്പോൾ എല്ലാത്തിനും പരിഹാരം തരുവാൻ കഴിവുള്ള യേശുവിന്റെ അടുക്കിലേക്ക് നാം ചെല്ലുക. അവിടെയാണ് നമുക്ക് പരിഹാരം. വേദപുസ്തകത്തിലെ ഹൃദയ ഒരു വാക്യമായിട്ടാണ് 118 സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറയുകയാണ്. വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യർ ധനവാന്മാരിൽ ആശ്രയിക്കും. എന്നാൽ മനുഷ്യരിലെ ആശ്രയത്തിനും പ്രഭുക്കന്മാരുടെ ആശ്രയത്തിനൊക്കെ പല പരിധികളുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്കവരിൽ എത്തിച്ചേരാനോ അവർക്ക് നമ്മിൽ എത്തിച്ചേരുവാനോ പലപ്പോഴും കഴിയുകയില്ല. എന്നാൽ പരിധി കൂടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ദൈവം അവർക്കായി കരുതുവാൻ ശക്തനാണ്. അതെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ എന്താണ്? അതിനൊക്കെ പരിഹാരം ദൈവത്തിന്റെ പക്കലുണ്ട്. നീ രാവിലും പകലിലും ദൈവത്തിൽ ആശ്രയിക്കുമോ? ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ പറയുമോ? പറഞ്ഞാൽ പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. മനുഷ്യരു മാറും, മനുഷ്യന്റെ വാഗ്ദത്തങ്ങൾ മാറും, എന്നാൽ
ദൈവം മാറത്തില്ല. അവനിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് പരിഹാരം ഒരുക്കിത്തരുവാൻ യേശു വലിയവനാണ്. അതെ, യെശയ്യാ പ്രവചനം 54 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ അവിടെ പറയുന്നു, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും എന്ന ദൈവം പറയുന്നു, എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. മാറത്തില്ല എന്ന് ചിന്തിക്കുന്നതൊക്കെ മാറുമ്പോൾ ദൈവം ഒരിക്കലും മാറുകയില്ല. അവൻ കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രബോധന വാക്യങ്ങളെ നാം ഏറ്റെടുക്കുക. എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുക. സുഖകാലത്തിലും ദുഃഖകാലത്തിലും രോഗത്തിലും സൗഖ്യത്തിലും സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് മേഖലകളിലും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ ഭാരമുള്ള ഹൃദയത്തിന്റെ വേദനകൾ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം പകരുന്നത് പോലെ ദൈവത്തിന്റെ പാത്രത്തിലേക്ക് നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ പകരുമെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനാണ്. പ്രവർത്തിക്കുവാൻ അവൻ കഴിവുള്ള ദൈവമാണ്. യേശുവിന്റെ അടുക്കൽ ആരൊക്കെ വന്ന് യേശുവിൽ ആശ്രയിച്ചിട്ടുണ്ടോ, സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അവരെല്ലാം കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യേശുവിന്റെ അടുക്കലേക്ക് വന്ന ഒരു കനാന്യ സ്ത്രീ, 12 വയസ്സ് പ്രായമുള്ള അവിടെ കുഞ്ഞുമകൾ ഭൂതോപദ്രവത്താൽ ഭവനത്തിൽ സ്വസ്ഥതയില്ലാതെ ഭവനത്തിന്റെ സന്തോഷത്തെ കെടുത്തി ജീവിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ അവൾ അവിടെ ഭാരവുമായി, അവിടെ ചിന്താകുലവുമായി, അവിടെ വേദനകളുമായി യേശു കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഗുരു, അങ്ങനോട് കരുണ ചെയ്യണമേ. അതെ, യേശു അവിടെ ഭാരം ഏറ്റെടുത്തു. ഹൃദയത്തിന്റെ വിചാരങ്ങളെ യേശു ഏറ്റെടുത്തു. സമാധാനമില്ലാതെ യേശുവിന്റെ അടുക്കലേക്ക് വന്നവളോട് യേശുനാഥൻ പറഞ്ഞു, മകളെ നീ സമാധാനമായി പോകൂ, മകളെ നീ സമാധാനമായി പോകൂ. യേശുവിന്റെ വാക്കിന്റെ മുൻപിൽ അവൾ സമാധാനം കണ്ടെത്തി. അവിടെ ഭാരങ്ങൾ മാറി. അവിടെ മകൾ സൗഖ്യം പ്രാപിച്ചു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ, ഭാരങ്ങൾ എന്താണോ, ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. അതെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കൂ. നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ, സമാധാനം തരുവാൻ, വിടുതൽ തരുവാൻ യേശു വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവിടെ വിഷയങ്ങൾ എന്തായാലും പരിഹാരം നൽകി നിന്റെ ജനത്തെ ആശ്വസിപ്പിക്കണമേ. നിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹത്തോടെ കത്തുസൂഷയിൽ പാസ്റ്റർ കെ.